ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. വെർമിസെലി പായസം അല്ലെങ്കിൽ സേമിയ പായസം. ഓക്കെ, അപ്പം ഞാൻ അതിനായിട്ട് വെർമിസെല്ലി അല്ലെങ്കിൽ സേമിയ അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ വെർമിസെല്ലിയ. ഇപ്പം റോസ്റ്റ് ചെയ്ത പോലെ ഇരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഞാൻ വീണ്ടും ഒന്ന് നെയ്യിലിട്ട് ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തൊക്കെ എടുക്കും, ചെറുതാ ഒരു 2 മിനിറ്റ്. ഓക്കെ, അപ്പം അതിൻ്റെ ഉണ്ടെങ്കിൽ നല്ല തിന്നായിട്ടുള്ള എല്ലാവരും കിട്ടും ഈ ടൈപ്പ് സേമിയ. ഭയങ്കര നിങ്ങൾക്ക് കണ്ടുകൂടെ, തിന്നായിട്ടായിരിക്കുന്നുണ്ടോ, വെരി തിൻ, നല്ല തിന്നായിട്ടുള്ള വെർമിസെല്ലി. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ടൈപ്പ് വാങ്ങിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും പായസം വെക്കുമ്പോൾ. ഓക്കെ, വലിയ കട്ടിയുള്ള വെർമിസെല്ലിയേക്കാളും തിന്നായിട്ടുള്ള ഈ വെർമിസെല്ലി യൂസ് ചെയ്താൽ പായസം നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പം ഇതേപോലത്തെ സേമിയ അത് വാങ്ങിക്കാൻ നോക്കുക. അതിപ്പോൾ 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 100 ഗ്രാംസ് ഉണ്ട് ഇതൊക്കെ. അപ്പോൾ അതെടുത്ത് വെച്ചു. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട് വേണം, ഒരു 12 കാഷ്യൂ നട്ട് ഇതേ 6 കട്ട് ചെയ്ത് അങ്ങനെ എടുത്തത്. അപ്പം ഒരു ഭംഗി ഉണ്ടാവും നമ്മൾ വറുത്തിട്ട് സേമിയക്കകത്തൊക്കെ ഇടുമ്പോൾ. ഓക്കെ, ഓളായിട്ടിടുന്നതിനേക്കാളും നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും പായസം ഉണ്ടാക്കി വരുമ്പോൾ. പിന്നെ ഒരു ക്യാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഞാനൊരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒരു ക്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ എടുത്ത് വെക്കുക. ഒരു 1/2 കപ്പ് ഷുഗർ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇടാം. ഓക്കെ, പിന്നെ ഒരു 3 ടീസ്പൂൺ ഗീ. ഓക്കെ, നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 കപ്പ് മിൽക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, 2 കപ്പ് അഡീഷണൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, മേ ബി 4 കപ്പ് മിൽക്ക് വേണ്ടി വരും. പിന്നെ ഞാൻ കുറച്ച് ആ തൊലി കളഞ്ഞിട്ട് 10 കാർഡമം എടുത്തിട്ട് ഞാൻ കുറച്ച് 2 ടീസ്പൂൺ ഷുഗർ കൂടെ ഇട്ടിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫൈൻ പൗഡർ ആക്കി മാറ്റാം, കാർഡമം പൗഡർ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇതൊരു 10 കാർഡമം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കാർഡമം പൊടി അതിനകത്ത് ഇടാം. ഓക്കെ, അപ്പോൾ എല്ലാം എടുത്ത് വെച്ച് നമുക്കിനിപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഞാൻ കുറച്ച് നെയ്യ് എടുത്തിട്ട് ഈ കാഷ്യൂ നട്ട് അങ്ങ് വറുത്ത് മാറ്റി വെക്കും. ഓക്കെ, പിന്നെ നെയ്യിൽ ഇത് ഓൾറെഡി റോസ്റ്റഡ് പോലെ ഇരിക്കണം, എന്നാലും ഞാനൊരു 2 മിനിറ്റ് ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. ഓക്കെ, അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാക്കിനകത്ത് കുറച്ച് നെയ്യ് ഇടുക. ഓക്കെ, നെയ്യിട്ടിട്ട് നമുക്ക് ഈ കാഷ്യൂ നട്ടില്ലേ, നമ്മൾ ബ്രേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് ഒന്ന് അതിനകത്തിട്ട് വറുത്തെടുക്കാം. ഓക്കെ, ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്നു. ഓക്കെ, അതേപോലെ എടുത്തിട്ട് നമുക്ക് വറുത്ത് മാറ്റി വെക്കാം. കണ്ടോ, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുള്ളത് മതി കേട്ടോ, കരിഞ്ഞു പോകണ്ട. ഇനി ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാൻ പോവാം. ഇതേപോലെ വറുത്ത് മാറ്റി വെക്കുക. ഓക്കെ, ഈ കണ്ടൻസ് മിൽക്കും അങ്ങ് ഇതിനകത്തുനിന്ന് ഈ ക്യാനിൽ നിന്ന് എടുത്തൊരു പാത്രത്തിലോട്ടാക്കി മാറ്റി വെക്കാം നമുക്ക്. ഓക്കെ, ബൗളിലോട്ട് എടുത്ത്, അതാണ് എളുപ്പം. അപ്പം നമുക്ക് ഉണ്ടാക്കുമ്പം വേഗത്തിൽ പോയി ഓപ്പൺ ചെയ്യാനൊന്നും നടക്കണ്ട. ഓക്കെ, നേരത്തെ ഇത് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുക. അപ്പം കാഷ്യൂ നട്ട് വറുത്തതിനകത്തോട്ട് തന്നെ ഇട്ട് നമുക്ക് ഇതില്ലേ നമ്മുടെ വെർമിസെല്ലി റോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ചെറിയ ചൂടുണ്ട് കേട്ടോ. ഞാൻ ഇത് ഒരു 2-3 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതാണെങ്കിൽ ഞാൻ പറഞ്ഞ നന്നായിട്ട് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇരിക്കുന്നത്. ഇപ്പം നിങ്ങൾ വാങ്ങിക്കുന്ന വെർമിസെല്ലി വെളുത്തിരിക്കുന്നതൊക്കെ ആണെങ്കിൽ, റോസ്റ്റ് ചെയ്യാത്ത പോലെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് കുറച്ച് ഒരു 5 മിനിറ്റ് എങ്കിലും ഒന്ന് റോസ്റ്റ് ചെയ്ത് ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ വരെ. ഓക്കെ, ബേൺ ചെയ്തെടുക്കില്ല, ഒരു ചെറിയ ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, ചെറിയ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി, ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് കരിച്ച് കളയണ്ട. ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരെ ഒക്കെ ആക്കിയെടുക്കുക. ഇത് ഓൾറെഡി റോസ്റ്റഡ് വന്നിട്ട് തന്നെ ഞാനൊരു 2 മിനിറ്റ്സ് ലോ ഫ്ലെയിമിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. ഓക്കെ, നിങ്ങൾ വാങ്ങിക്കേണ്ടത് മറ്റെന്താ പറയുക, വൈറ്റ് കളറിൽ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇത് ഒരു 2 മിനിറ്റ്. ഓക്കെ, അത് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്ക് ഇതിനകത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതും ഈ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഇട്ടിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, 3 മിനിറ്റ് ഞാനിങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ,
ആദ്യം 2 കപ്പ് മിൽക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് കോൾഡ് മിൽക്ക് കേട്ടോ, നമ്മളിവിടെ കോൾഡ് മിൽക്കാണ് യൂസ് ചെയ്യുന്നുണ്ട്. പാസ്ചറൈസ് ചെയ്ത കോൾഡ് മിൽക്ക്. ഓക്കെ, 4 കപ്പ് പാല് ഞാൻ ഒഴിച്ചു കൊടുത്തു. 4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ ഇതൊന്ന് ബോയിൽ ചെയ്ത് വരട്ടെ. ബോയിൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് നോക്കാം. ഇത് ബോയിൽ ചെയ്ത് വന്നിട്ട് നമുക്ക് ആ ഇതില്ലേ വെർമിസെല്ലി ഒന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്ത് വരണം. ഒത്തിരി അങ്ങ് സോഫ്റ്റായിട്ട് വരില്ല കേട്ടോ, അങ്ങനെ വെന്തങ്ങ് ഒത്തിരി പോവില്ല ഈ വെർമിസെല്ലി കേട്ടോ. നമുക്കിങ്ങനെ ഒന്ന് കടിക്കാനൊക്കെ കിട്ടണം, അതുപോലെ ഇരിക്കണം പായസം കുടിക്കും. അടയ്ക്ക് പിടിക്കാതെ ഇപ്പം ഞാനിപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കാം. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ, അടയ്ക്ക് പിടിക്കാതെ. ഇത് ബോയിൽ ചെയ്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനൊരു ഇത്തിരി മധുരം കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടൻസ് മിൽക്ക് 1 ക്യാൻ ഒഴിച്ചു, പക്ഷേ എനിക്കൊന്ന് 100 ഗ്രാമിന് കുറച്ചുകൂടി ഇടണം. ഓക്കെ, അപ്പം ഞാനൊരു 1/2 കപ്പ് ഷുഗർ എടുത്തിട്ട് 1/4 കപ്പ് ഷുഗറോട് ഇട്ട് കൊടുത്തു കേട്ടോ. നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ബോയിൽ ചെയ്ത് വരുന്ന സമയം മതി, അപ്പോഴത്തേന് ഇത് ഓൾറെഡി എനിക്കൊന്ന് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അല്ല, അപ്പം എന്തേ ഇങ്ങനെ ബോയിൽ ചെയ്ത് വരാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു കണ്ടൻസ്ഡ് മിൽക്ക് 1 ക്യാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 1/4 കപ്പ് ഷുഗറോട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ കാർഡമത്തിനകത്ത് ഒരു 2 ടീസ്പൂൺ ഷുഗറുണ്ട്. അപ്പോൾ അതുകൂടി ഇടുമ്പം എന്താ പറയുക, മധുരമൊക്കെ കറക്റ്റ് ആവും കേട്ടോ. ഇതിപ്പം ഓരോരുത്തരുണ്ടാക്കുന്ന പോലെ ഇരിക്കില്ല, നമ്മൾക്ക് ഓരോരുത്തർക്ക് മധുരം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാമല്ലോ, അതൊന്നും കുഴപ്പമില്ല. ഇത് സിമ്പിളായിട്ടുള്ള സേമിയ പായസം. ഓക്കെ, വെർമിസെല്ലി പായസം. ചിലരാണെങ്കിൽ കാഷ്യൂ നട്ടിന് പുറമേ എന്താ പറയുന്നത് പിസ്തയും പിന്നെ ബദാം അങ്ങനെയൊക്കെ ഇട്ട്, പിന്നെ എന്താ പറയുക ഇതില്ല നമ്മുടെ സാഫ്രോൺ കുങ്കുമപ്പൂവൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് നമ്മുടെ സാധാരണ എന്താ പറയുക സദ്യക്ക്, കല്യാണത്തിൻ്റെ സദ്യക്കൊന്നും നമ്മൾ അങ്ങനെ വേറെ നട്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ലല്ലോ. അതിപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എല്ലാ നട്ട്സും ഇതിനകത്തിടാം. ഓക്കെ, ആമൻഡും. ഇത് ബോയിൽ ചെയ്ത് വരുന്നുണ്ട്, ഞാനിപ്പോൾ ഓഫ് ചെയ്യാൻ പോകും, അത് മതി കേട്ടോ. ഇപ്പം ഈ സമയത്ത് നമ്മുടെ ആ വെർമിസെല്ലിയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. ഒത്തിരി കുക്ക് ചെയ്ത് കുളമാക്കുകയും വേണ്ട. ഓക്കെ, ഞാൻ ഓഫ് ചെയ്തു. ഓക്കെ, ഓഫ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുന്നത് കാർഡമം പൗഡറൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഈ കാർഡമം പൗഡർ ആയാലും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇടുക. ഞാനൊരു 10 കാർഡമം എടുത്തിട്ടുണ്ടായിരുന്നു, 2 ടീസ്പൂൺ ഷുഗർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാർഡമം കൂടി ഇട്ട് അങ്ങനെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ സേമിയ പായസം. ഓക്കെ, ഓൾഡ് ഫാഷൻ സേമിയ പായസം അല്ലേ. ന്യൂ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് ഒത്തിരി നട്ട്സും, അത് ഓരോ ടൈപ്പ് ആളുകൾ ഓരോ ടൈപ്പ് ഇത് സേമിയ പായസം ഉണ്ടാക്കാം. ചിലതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ പറയാം, നട്ട്സൊക്കെ വേറെ നട്ട്സൊക്കെ യൂസ് ചെയ്യും. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള, ഞാൻ പറഞ്ഞില്ല, ഇത് ബോയിൽ ചെയ്ത് വരുന്ന സമയം കൊണ്ട് ഇത് കുക്ക് ചെയ്ത് വരും, അത് മതി കേട്ടോ. നമുക്കിനിയിപ്പോൾ ഇത് ഈ സ്റ്റവിൽ നിന്ന് എടുത്തൊന്നും അങ്ങോട്ട് മാറ്റി വെക്കാം, അല്ലെങ്കിൽ ഇത് പാല് കുറഞ്ഞു വരും. ഓക്കെ, ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന നട്ട്സും ഇട്ട് അടിപൊളിയായിട്ടുള്ള നമ്മുടെ പായസം റെഡി. നമുക്കൊരു സെർവിങ് ബൗളിലൊക്കെ വെച്ച് നോക്കാം അല്ലേ, കഴിച്ച് നോക്കാം. നമ്മുടെ സിമ്പിൾ ആൻഡ് ഓൾഡ് ഫാഷൻ സേമിയ പായസം ഇപ്പം ഞാൻ പറയാം, ഇപ്പൊക്കെ വേറെ ഒത്തിരി നട്ട്സൊക്കെ ഇട്ട ആളുകൾ, അതുപോലെ തന്നെ കുങ്കുമപ്പൂവ് എന്താ സാഫ്രോണൊക്കെ ഇട്ടൊക്കെ ഉണ്ടാക്കും. ഓക്കെ, നെക്സ്റ്റ് ടൈം ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കാണിക്കാം. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഇരിക്കട്ടെ, ഓൾഡ് ഫാഷൻ. സെർവിങ് ബൗളിലോട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിക്കുന്നത് വെച്ചാൽ, ഇത് ഈ പാത്രമില്ല ചൂടാണ്, അപ്പോൾ അതെങ്ങനെ ഇരിക്കും തോറും നമ്മുടെ മിൽക്ക് കുറഞ്ഞു വരും, എൻ്റെ ആ ലിക്വിഡൊക്കെ. അപ്പോൾ ബെറ്റർ ഒരു പാത്രത്തിലോട്ട് സെർവിങ് ബൗളിലോട്ട് നമുക്ക് മാറ്റി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സേമിയ പായസം സെർവിങ് ബൗളിലോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാഷ്യൂ നട്ടും കൂടി ഇട്ടങ്ങ് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഓൾഡ് ഫാഷൻ. പിന്നെ കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്തേ ഉള്ളൂ അല്ലേ. പണ്ടൊക്കെ മിൽക്ക് മാത്രം യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കണ്ടൻസ് മിൽക്ക് ഉള്ളതുകൊണ്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയും ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തത്. ഓക്കെ, ഞാൻ പറയില്ല, ഇപ്പം നിങ്ങളുണ്ടാക്കുമ്പം കൂടുതൽ ലിക്വിഡായിട്ടിരിക്കണമെങ്കിൽ കൂടുതൽ മിൽക്കൊക്കെ ഒഴിച്ചാൽ മതി അല്ലേ. ഇവിടെ സേമിയ പായസം സെർവിങ് ബൗളിലോട്ടൊക്കെ മാറ്റി വെച്ചിരിക്കുക.
അടിപൊളിയായിട്ടുണ്ട് അല്ലേ? അപ്പം നിങ്ങളിപ്പോൾ ഉണ്ടാക്കുമ്പം എന്താ പറയുന്നത്, ഇപ്പം കൂടുതൽ തിക്കാവൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി മിൽക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. സേമിയ പായസത്തിനാകുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഇനി വേറെ റെസിപ്പി നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.